രാജസ്ഥാൻ റോയൽസിനെതിരായ IPL മത്സരത്തിൽ റെക്കോർഡ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് വിരാട് കോഹ്ലി. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് വേണ്ടി ഓപ്പണറായി കളത്തിലിറങ്ങി 42 പന്തിൽ 70 റൺസ് നേടിയതോടെയാണ് ചരിത്ര നേട്ടം. ഈ സീസണിലെ കോഹ്ലിയുടെ 5ാം അർദ്ധ സെഞ്ചുറിയാണിത്. ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ T20 ക്രിക്കറ്റിൽ 3500 റൺസ് നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. 105 ഇന്നിംഗ്സുകളിൽ നിന്നാണ് കോഹ്ലി ഈ നാഴികക്കല്ല് പിന്നിട്ടത്. T20 മത്സരങ്ങളിൽ ഒരൊറ്റ വേദിയിൽ 3500 റൺസ് നേടുന്ന ലോകത്തിലെ ആദ്യ കളിക്കാരനാണ് കോഹ്ലി. IPL 2025 സീസണിൽ RCB ഹോം ഗ്രൗണ്ടിൽ സീസണിലെ തന്നെ ആദ്യ വിജയം തേടിയാണ് റോയൽസിനെ നേരിട്ടത്. ടോസ് ലഭിച്ച റോയൽസ് ക്യാപ്റ്റൻ റിയാൻ പരാഗ് RCBയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. IPL 2025 സീസണിലുടനീളം മികച്ച ഫോം തുടരുന്ന കോഹ്ലി അർദ്ധ സെഞ്ചുറി നേടിയതോടെ RCB 20 ഓവറിൽ 5 വിക്കറ്റിന് 205 റൺസ് എടുത്തു. മത്സരം ആരംഭിക്കുമ്പോൾ ഒരു വേദിയിൽ ഏറ്റവും കൂടുതൽ T20 റൺസ് നേടിയ റെക്കോർഡ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. അർദ്ധ സെഞ്ചുറിയോടുകൂടി 3500 റൺസ് എന്ന നാഴികക്കല്ലും താണ്ടി. 42 പന്തിൽ 8 ഫോറുകളും 2 സിക്സറുകളും ഉൾപ്പെടെയാണ് 70 റൺസ് നേടിയത്. ലീഗിൽ ഇത്തവണ 9 മത്സരങ്ങളിൽ നിന്ന് കോഹ്ലിക്ക് 376 റൺസ് ആയിട്ടുണ്ട്. ടോപ്പ് സ്കോറർക്കുള്ള ഓറഞ്ച് ക്യാപ്പ് പട്ടികയിൽ 3ാം സ്ഥാനത്താണ് കോഹ്ലി. ഈ സീസണിൽ RCBക്കായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരവും കോഹ്ലി തന്നെയാണ്. 5ാം അർദ്ധ സെഞ്ചുറിയോടെ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ 50+ സ്കോറുകൾ നേടിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശനൊപ്പവും കോഹ്ലി എത്തിയിട്ടുണ്ട്. എന്തായാലും ആവേശകരമായ പോരാട്ടത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 11 റൺസിന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കീഴടക്കുകയായിരുന്നു. വിജയത്തോടെ ഒരു പടി കൂടി കടന്ന് RCB 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. 9 മാച്ചുകളിൽ 7ലും പരാജയപ്പെട്ട റോയൽസിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ ഏതാണ്ട് അസ്തമിച്ച് 8ാം സ്ഥാനത്ത് തുടരുകയാണ്. ഇനി 5 മത്സരങ്ങളാണ് റോയൽസിന് ബാക്കിയുള്ളത്. RCB 5ന് 205 റൺസ് എടുത്തപ്പോൾ റോയൽസിന് 9ന് 194 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. 120 പന്തിൽ 206 എന്ന വലിയ വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ക്രീസിലിറങ്ങിയ റോയൽസിനായി യശസ്വി ജയ്സാൽ ആദ്യ പന്തിൽ തന്നെ സിക്സറോടെ ഗംഭീര തുടക്കമിട്ടു. IPLൽ ഇത് 3ാം തവണയാണ് അദ്ദേഹം ആദ്യ പന്തിൽ സിക്സർ അടിക്കുന്നത്. ഒന്നിൽ കൂടുതൽ തവണ ആരും ഈ നേട്ടം കൈവരിച്ചിട്ടില്ല. ജയ്സ്വാൾ 19 പന്തിൽ 49 റൺസ് എടുത്തു. സഞ്ജു സാംസന് പകരം ഓപ്പണറായ വൈഭവ് സൂര്യവംശി 12 പന്തിൽ 16 റൺസ് നേടി. നിതീഷ് റാണ, റിയാൻ പരാഗ്, ധ്രുവ് ജൂറൽ, ഷിംറോൺ ഹെറ്റ്മെയർ, ശിവം ദുബെ എന്നിവർ പൊരുതിയെങ്കിലും വിജയത്തിന് അടുത്തെത്താനേ കഴിഞ്ഞുള്ളൂ. അവസാന ഓവറിൽ 3 വിക്കറ്റ് ശേഷിക്കെ 17 റൺസാണ് റോയൽസിന് വേണ്ടിയിരുന്നത്. 2 വിക്കറ്റ് കൂടി നഷ്ടപ്പെടുത്തി നേടിയത് 5 റൺസ് മാത്രം. RCBയുടെ ജോഷ് ഹേസൽവുഡ് 4 ഓവറിൽ 33 റൺസിന് 4 വിക്കറ്റ് എടുത്ത പ്ലെയർ ഓഫ് ദി മാച്ചായി. ഇത് 3ാം തവണയാണ് അവസാന ഓവറിൽ റോയൽസിന്റെ തോൽവി. ഡൽഹി ക്യാപിറ്റൽസിനോടും ലക്നൗ സൂപ്പർ ജയൻസിനോടും ചെറിയ സ്കോറിനാണ് തോറ്റത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ RCBക്ക് വേണ്ടി ഓപ്പണർമാരായ ഫിൽ സാൾട്ടും വിരാട് കോഹ്ലിയും സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച ഇന്നിംഗ്സ് തുടക്കം കുറിക്കുകയായിരുന്നു. ഇരുവരും ചേർന്ന് 1ാം വിക്കറ്റിൽ 6.4 ഓവറിൽ 61 റൺസ് എടുത്തു. ഫിൽ സാൾട്ട് 23 പന്തിൽ 26 റൺസ് എടുത്ത് പുറത്തായ ശേഷം എത്തിയ ദേവ്ദത്ത് പടിക്കൽ കിടിലൻ ഫോമിലായിരുന്നു. കോഹ്ലിക്ക് അദ്ദേഹം മികച്ച പിന്തുണ നൽകുകയും ചെയ്തു. കോഹ്ലി 42 പന്തിൽ 8 ഫോറുകളും 2 സിക്സറുകളും പറത്തി. ദേവ്ദത്ത് 27 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ചയുടൻ പുറത്തായി. 3 സിക്സറുകൾ പറത്തിയ അദ്ദേഹം 4 ബൗണ്ടറികളും പായിച്ചു. ഈ ഘട്ടത്തിൽ സ്കോർ 16.1 ഓവറിൽ 161 ടിം ഡേവിഡ് 15 പന്തിൽ 23 റൺസോടെ റണ്ണൌട്ടായി. അവസാന 2 ഓവറുകളിൽ ആഞ്ഞടിച്ച ജിതേഷ് ശർമ്മ ടീം സ്കോർ 200 കടത്തി. 10 പന്തിൽ 20 റൺസോടെ ജിതേഷ് പുറത്താവാതെ നിൽക്കുകയായിരുന്നു.